ഊർജത്തിന്റെ പവർ സ്രോതസ്സായ നമ്മുടെ സ്വന്തം ചിക്കുപ്പഴം അല്ലെങ്കിൽ സപ്പോട്ട പ്രകൃതിദത്ത അവശ്യ പോഷകങ്ങളുടെ കലവറയാണ്. മെക്സിക്കോയിലെ യുകാറ്റൻ പെനിസുല, വടക്കൻ ബെലീസ്, ഗ്വാട്ടിമലയിലെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് സപ്പോട്ടകൾ വന്നതെന്ന് ജൂലി മോട്ടൺ തന്റെ ഊഷ്മള കാലാവസ്ഥയുടെ പഴങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതിയതായി കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ചെടിയുടെ വാണിജ്യ ഉൽപാദനവും പ്രാധാന്യവും, സവിശേഷത, പരിചരണം, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാം കഴിക്കുന്ന പഴങ്ങളുടെ ഗുണങ്ങൾ നമുക്കറിയില്ല. സപ്പോട്ടയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സസ്യത്തിന്റെയും ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങൾ കഴിയുന്നതും ഓരോ എപ്പിസോഡായി തന്നെ ഞങ്ങൾ വിശദീകരിക്കുന്നത്. ഇതിന്റെ വളരെ വലിയ ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങളും അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും തുടർന്ന് വരുന്ന എപ്പിസോഡിൽ ഞങ്ങൾ വിശദമായി തന്നെ അവതരിപ്പിക്കുന്നതാണ്. സപ്പോട്ട, സപ്പോട്ടെ, ചിക്കോസ്കോട്ട്, ചിക്കു, ചിക്ക്, നേഴ്സ്ബെറി അല്ലെങ്കിൽ നൈസ്പെറോ, സോപ്പാപ്പിൾ എന്നൊക്കെ വിവിധ സ്ഥലങ്ങളിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന മണ്ണിൽക്കര സപ്പോട്ട തെക്കൻ മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലുമുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ്. ഇതിന്റെ പ്രകൃതിദത്തമായ ഉത്ഭവം പെറ്റനസ് കണ്ടൽക്കാടുകളുടെ ഇക്കോ റീജിയനിലെ തീരപ്രദേശമായ യുകാറ്റൻ ആണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് ഒരു ഉപപ്രധാന സസ്യ ഇനമാണ്. സ്പാനിഷ് കോളനിവൽക്കരണ സമയത്താണ് ഫിലിപ്പീൻസിൽ ഇത് എത്തപ്പെട്ടത്. ഇന്ത്യ, പാകിസ്ഥാൻ, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ബംഗ്ലാദേശ്, കരീബിയൻ എന്നിവയുൾപ്പെടെ മെക്സിക്കോയിലും ഉഷ്ണമേഖലാ ഏഷ്യയിലും ഇത് വലിയ തോതിൽ വളർന്നു കാണപ്പെടുന്നു. സപ്പോട്ടേസി കുടുംബത്തിലെ അംഗമായ സപ്പോട്ടയ്ക്ക് സപ്പോട്ട എന്ന പേര് സ്പാനിഷ് പദമായ സ്പോട്ടയിൽ നിന്നും നഹാറ്റിൽ പദമായ സപ്റ്റയിൽ നിന്നുമാണ് രൂപപ്പെട്ടത്. ഇന്ന് ഇത് ശ്രീലങ്ക, പാകിസ്ഥാൻ, മെക്സിക്കോ, മധ്യ തെക്കേ അമേരിക്ക, പാലസ്തീൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ വാണിജ്യപരമായി കൃഷി ചെയ്തു വരുന്നു. യുഎസിലെ ഫ്ലോറിഡയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ പഴത്തിന് ചില സവിശേഷ അംഗീകാരങ്ങളുമുണ്ട്. എന്നാൽ മിതോഷ്ണ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഈ സപ്പോർട്ടുകൾ വളർന്നു കണ്ടുവരുന്നില്ല. ലോകത്ത് മറ്റു പ്രദേശങ്ങളിലെ സപ്പോർട്ടയെ അപേക്ഷിച്ച് ഇന്ത്യയിലെ സപ്പോർട്ടുകൾ കാഠിന്യമുള്ളതും ഡിമാൻഡുള്ളതുമാണ്. കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ സപ്പോർട്ട സമൃദ്ധമായി വളരുന്നു. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് പ്രസിദ്ധീകരിച്ച 2010 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 1,60,000 ഹെക്ടറിലാണ് സപ്പോട്ട തോട്ടങ്ങൾ ഉണ്ടായിരുന്നത്. ഏകദേശം 30,000 ഹെക്ടർ കർണാടകയിൽ സ്ഥിതി ചെയ്തിരുന്നു. ആ സ്ഥലത്ത് നിന്നും രാജ്യത്തെ ഏറ്റവും കൂടുതൽ സപ്പോട്ട ഉൽപ്പാദിപ്പിച്ചിരുന്നത് കർണാടകയായിരുന്നു. അതായത് 3,53,000 മെട്രിക് ടൺ. ഉൽപാദനവുമായി രണ്ടാം സ്ഥാനത്തെത്തിയത് മഹാരാഷ്ട്രയാണ്. കർണാടകയെക്കാളും കൃഷി ചെയ്ത പ്രദേശം മഹാരാഷ്ട്ര ആയിരുന്നെങ്കിലും ഉൽപാദനം കുറവായിരുന്നു. അതായത് കൃഷി ചെയ്ത പ്രദേശം 70,000 ഹെക്ടറിൽ ഉൽപാദനം 98,000 മെട്രിക് ടണ്ണും ആയിരുന്നു. ഗുജറാത്ത് 27 ഹെക്ടറിൽ മാത്രമാണ് ഉൽപാദനം നടത്തിയിരുന്നെങ്കിലും അവരും 272 മെട്രിക് ടൺ ഉൽപ്പാദിപ്പിച്ചു. ഇതിലൊക്കെയും വളരെ രസകരമായ സംഭവം, സപ്പോട്ട പഴയ കാലങ്ങളിൽ അത്ര ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പഴമായിരുന്നില്ല. 2022 വരെ സപ്പോട്ട വിളകൾക്കായി അനുവദിച്ച ഭൂമിയുടെ അളവ് ഏകദേശം 50,000 ഹെക്ടർ മാത്രമായിരുന്നു. ഇന്ന് ഉപയോഗിക്കുന്ന ഭൂമിയുടെ 1/3 താഴെ മാത്രം. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഉൽപാദനം 6 ഇരട്ടിയായി വർദ്ധിച്ചു. ഇന്ന് നമ്മുടെ രാജ്യത്ത് വിവിധ ഇനത്തിൽപ്പെട്ട 41ഓളം ഇനം സപ്പോർട്ടുകൾ വിവിധ പ്രദേശങ്ങളിൽ വളർത്തുന്നു. അതിൽ പ്രധാന ഇനങ്ങൾ കാളിപ്പട്ടി, ബരാമസി, ക്രിക്കറ്റ് ബോൾ, ദ്വാരപൊടി, ഓവൽ, കൂടാതെ വിവിധ DHS, PKM കോ ഇനങ്ങൾ, വെരിഗേറ്റഡ് സപ്പോട്ട, ബ്ലാക്ക് സപ്പോട്ട, ബനാന സപ്പോട്ട, മാമി സപ്പോട്ട എന്നിവയാണ്. ഇന്ത്യയിലെ സപ്പോട്ട വിപണിയിലെ ഭൂരിഭാഗവും ആഭ്യന്തരമായാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉൽപാദനത്തിന്റെ 0.5% താഴെ മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നത്. 2011 കണക്കനുസരിച്ച് ഇന്ത്യയുടെ സപ്പോട്ട കയറ്റുമതിയിൽ ഭൂരിഭാഗവും UAE, ബഹ്റിൻ, UK എന്നിവിടങ്ങളിലേക്കായിരുന്നു. ഇന്ത്യൻ സപ്പോട്ടയുടെ 9ാമത്തെ വലിയ ഇറക്കുമതിക്കാരാണ് US. പലയിടത്തും ഞങ്ങൾ പറയാറുള്ളത് പോലെ ഇവിടെയും ഞങ്ങൾ എടുത്തു പറയുകയാണ്, ഇന്ത്യക്ക് ലോക വിപണിയിൽ ഏറ്റവും വലിയ വിപണന മൂല്യം നൽകാൻ കഴിയുന്ന ഒരു ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നമാണ് സപ്പോട്ടയും. പ്രധാനമായി 2 സീസൺ ഉണ്ടെങ്കിലും അനുകൂല അന്തരീക്ഷത്തിൽ തുടർച്ചയായി ഫലോത്പാദനം നടത്തുന്ന ഒരു സസ്യമാണിത്. പാശ്ചാത്യർക്ക് ഇന്ത്യയിലെ പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെയും പോലെ ഇന്ത്യൻ സപ്പോട്ടയും വളരെ പ്രധാനപ്പെട്ടതാണ്. ജനുവരി മുതൽ ഫെബ്രുവരി വരെയും വീണ്ടും മെയ് മുതൽ ജൂലൈ വരെയുമാണ് ഇതിന്റെ സീസൺ. എങ്കിലും ചെറിയ അളവിൽ ഇടസമയങ്ങളിലും ഈ ചെടി വിളവ് തരുന്നു. ഇന്ത്യയിൽ ഇത് വഴിയോര കച്ചവടക്കാരുടെ ഉന്തുവണ്ടിയിൽ മുതൽ ഉയർന്ന ഉൽപ്പന്ന വിപണിയിലുള്ള വൻകിട മാളുകളിലും ഇത് കാണാം. 100 വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് സപ്പോട്ട. 30 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വളരാൻ കഴിയുന്ന ഒരു സസ്യമാണിത്. എങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന ചെടികളുടെ ഉയരം 9-നും 15 മീറ്ററിനും ഇടയിലാണ്.
ഈ ചെടിക്ക് കാറ്റിനെ നല്ല രീതിയിൽ പ്രലോഭിപ്പിക്കാൻ കഴിയുന്നു. ഈ ചെടിയുടെ പുറന്തൊലിയിൽ ചിക്കിൾ എന്നറിയപ്പെടുന്ന പശയുള്ള ലാറ്റക്സ് കാണപ്പെടുന്നു. ഇതിന്റെ ഇലകൾ ഇടത്തരം പച്ചയും തിളക്കമുള്ളതുമാണ്. ഒന്നിടവിട്ട് ദീർഘവൃത്താകാരം മുതൽ അണ്ഡാകാരം വരെയുള്ള വിവിധ രൂപത്തിൽ ഇത് കാണപ്പെടുന്നു. അതിന് 7 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. അതിനു ചുറ്റും അരികുകൾ ഉള്ളതുമാണ്. ഇതിന്റെ പൂക്കൾ വെളുത്ത വ്യക്തതയില്ലാത്ത മണി പോലുള്ളതാണ്. 6 ഭാഗങ്ങളായുള്ള കൊറോളയായാണ് ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ പച്ചപ്പഴത്തിന് ഉറച്ച പുറന്തൊലിയാണ്. പറിച്ചെടുക്കുമ്പോൾ അതിന്റെ തണ്ടിൽ നിന്നും ചിക്കിൾ പുറത്തേക്ക് വരുന്നു. പൂർണ്ണമായി പാകമായി പഴുത്താൽ അതിന്റെ തൊലി അയഞ്ഞതാണ്. നല്ല സുഗന്ധവും ഉണ്ടാകും. പറിച്ചെടുക്കുമ്പോൾ ചിക്കിൾ കാണപ്പെടുകയുമില്ല. 4.8 സെന്റിമീറ്റർ വരെ വ്യാസമുള്ള ഒരു വലിയ പഴമാണ് ഇതിന്റെ ഫലം. ഇതിന്റെ പുറന്തൊലിയുടെ ഘടന മരോട്ടിത്തൊലിയോട് സാമ്യമുള്ളതാണ്. ഇതിന്റെ മാംസത്തിന് ഇളം മഞ്ഞ മുതൽ മൺകലർന്ന തവിട്ട് നിറത്തിൽ കാണപ്പെടാം. പഴുത്തതിന് പിയറിന്റേതിന് സമാനമായ ധാന്യഘടനയുമുണ്ട്. മാമിസപ്പോട്ട പോലുള്ള ചില ഇനങ്ങളുടെ ഉൾവശം നല്ല ചുവപ്പ് നിറമാണ്. ഓരോ പഴത്തിലും 1 മുതൽ 6 വിത്തുകൾ വരെ അടങ്ങിയിരിക്കാം. ഈ വിത്തുകൾ കടുപ്പമുള്ളതും തിളങ്ങുന്നതും കറുത്ത നിറത്തിലുമായിരിക്കും. അതിന് ബീൻസിനോട് സാമ്യമുണ്ട്. ഇതിന്റെ ഒരറ്റത്ത് ഒരു കൊളുത്തുണ്ട്. അത് വിഴുങ്ങിയാൽ തൊണ്ടയിൽ കുരുങ്ങാൻ സാധ്യതയുള്ളതാണ്. ഈ പഴത്തിന് അസാധാരണമായ മധുരവും മാൾട്ടിയുമുണ്ട്. പഴുക്കാത്ത പഴങ്ങളിൽ ഉയർന്ന അളവിൽ സപ്പോനിൻ അടങ്ങിയിട്ടുണ്ട്. ഇതിന് ടാനിന് സമാനമായ രേതസ് ഗുണങ്ങളുമുണ്ട്. ഇത് വായ് വരണ്ടതാക്കുന്നു. ഈ മരത്തിന് ചൂടുള്ള സാധാരണമായ ഊഷ്മമേഖല അന്തരീക്ഷത്തിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. എന്നാൽ ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ചൂടിനോട് ഈ ചെടിക്ക് സഹിഷ്ണുത കുറവാണ്. അന്തരീക്ഷ ഊഷ്മാവ് താഴുന്ന സ്ഥലങ്ങളിൽ ഈ ചെടി വളരുന്നില്ല. വിത്തിൽ നിന്നും മുളയ്ക്കുന്ന മരങ്ങൾ കായ്ക്കാൻ 5 മുതൽ 8 വർഷം വരെ എടുക്കാം. അതുകൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിലും വീട്ടുചെടിയായും ഇത് വളർത്തുന്നവർ ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ആയ പ്ലാന്റുകളാണ് ഫലോൽപാദനത്തിനായി ആശ്രയിക്കുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തഴച്ചു വളരുന്ന സപ്പോട്ട ചെടി നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന പശ്ചിമരാശി അല്ലെങ്കിൽ മണൽ കലർന്ന കളിമണ്ണ് എന്നിവയൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. ഒപ്റ്റിമൽ കായ് ഉൽപാദനത്തിന് ഇവയ്ക്ക് പൂർണ്ണ സൂര്യപ്രകാശം ആവശ്യമാണ്. ഈ മരങ്ങൾ മിതമായ വരൾച്ചയെ സഹിക്കുമെങ്കിലും വരണ്ട സമയങ്ങളിൽ, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ, പതിവായി നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചെടിക്ക് അല്പം വിശാല pH ശ്രേണിയെ സഹിക്കാൻ കഴിയും. എന്നിരുന്നാലും ഒപ്റ്റിമൽ ശ്രേണിയിൽ നിന്നും വളരെ അകലെയുള്ള വ്യതിയാനങ്ങൾ ഈ ചെടിയുടെ മൊത്തത്തിലുള്ള പോഷക ലഭ്യതയെയും സസ്യ ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. നിഷ്പക്ഷ മണ്ണിന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന 6 മുതൽ 7.5 വരെയുള്ള pH ശ്രേണിയാണ് ഏറ്റവും അനുയോജ്യം. നിങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഫലോൽപാദനം നടത്തുകയാണെങ്കിൽ ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും മൊത്തത്തിലുള്ള ഫലോൽപാദന വർധനവിനും സപ്പോട്ട മരങ്ങൾക്ക് വളപ്രയോഗം നടത്തേണ്ടത് അത്യാവശ്യമാണ്. വളങ്ങൾ പ്രയോഗിക്കുന്നതിന് മുൻപേ മണ്ണിന്റെ പോഷകവും pHവും നിർണ്ണയിക്കാൻ ഒരു മണ്ണ് പരിശോധന നടത്തുന്നത് നല്ലതാണ്. ഈ മരത്തിന്റെ പ്രത്യേക വളങ്ങളുടെ ആവശ്യകത നിർണ്ണയിക്കാൻ ഇത് വളരെ സഹായിക്കും. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇത് കൂടാതെ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയ മൈക്രോ ന്യൂട്രിയന്റുകളും അടങ്ങിയ ഒരു സമീകൃത വളം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് NPK നൽകുമ്പോൾ 8:3:9 എന്ന അനുപാതമോ സമാനമായ സമ്പൂർണ്ണ വളമോ നൽകാവുന്നതാണ്. മേൽപ്പറഞ്ഞ വളത്തിൽ മൈക്രോ ന്യൂട്രിയന്റുകൾ അടങ്ങിയിട്ടില്ലെങ്കിൽ അതുകൂടി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മരങ്ങൾക്ക് വർഷത്തിൽ 3 തവണയാണ് വളം നൽകേണ്ടത്. വസന്തത്തിന്റെ തുടക്കത്തിൽ പുതിയ വളർച്ച ആരംഭിക്കുന്നതിന് മുൻപ്, വേനൽക്കാലത്തിന്റെ മധ്യത്തിൽ കായ്കൾ പാകമായതിനു ശേഷം, പിന്നീട് വിളവെടുപ്പിന് ശേഷവും. വളം നൽകുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ തുല്യമായി വിതറുക. വളം ഡ്രിപ്പ് ലൈനിന് പുറത്തേക്കും വിതറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഡ്രിപ്പ് ലൈനിന് ചുറ്റും ദ്വാരങ്ങൾ ഉണ്ടാക്കി വളം നേരിട്ട് മണ്ണിലേക്ക് നൽകാം. വളം നൽകുമ്പോൾ ഇലയും തണ്ടുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കേണ്ടതാണ്. ആവശ്യമായ വളത്തിന്റെ അളവ് മരത്തിന്റെ പ്രായത്തെയും വലിപ്പത്തെയും ആശ്രയിച്ചിരിക്കുന്നു. എങ്കിലും ഒരു പൊതുവായ മാർഗനിർദ്ദേശം എന്ന നിലയിൽ ഒരു വർഷം പ്രായമായ ചെടിക്ക് 250 ഗ്രാം മുതൽ 500 ഗ്രാം വരെ വളം നൽകാം. ഒരു ചെടിക്ക് പരമാവധി 2.5 കിലോഗ്രാം വളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മണ്ണു പരിശോധനാ ഫലങ്ങളും മരങ്ങളുടെ പ്രതികരണങ്ങളും അടിസ്ഥാനമാക്കി ഈ ഡോസ് ക്രമീകരിക്കാം. വളം പ്രയോഗിച്ചതിന് ശേഷം മണ്ണ് നന്നായി നനയ്ക്കുക. ഇത് പോഷകങ്ങളെ മണ്ണിൽ ലയിപ്പിക്കുകയും റൂട്ട് സോണിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഈ വൃക്ഷത്തിന് ശരിയായ പോഷകങ്ങൾ ലഭിക്കാൻ മതിയായ ജലസേചനവും ആവശ്യമാണ്. ഇനി ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ നൽകാം. ഫ്രൂട്ട് ഈച്ച, മെലിബഗുകൾ, മുഞ്ഞ, ചെതുമ്പൽ പ്രാണികൾ, ഇലക്കാൽ കീടങ്ങൾ എന്നിവയാണ് ഈ ചെടിയെ ബാധിക്കുന്ന കീടങ്ങൾ. ആന്ത്രാക്നോസ്, പൂപ്പൽ, ഇലപ്പുള്ളി, വേരുചീയൽ, ബ്ലോസം ബ്ലൈറ്റ് എന്നിവയാണ് രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും ഗ്രാഫ്റ്റ് ചെയ്തും എയർ ലെയറിംഗ് വഴിയും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ട് വാങ്ങാവുന്നതാണ്. സപ്പോട്ട ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.